Dear students, in this video we shall begin our discussions on the third module of your Corporate Regulations and Administration paper, MG University, Kottayam. നിങ്ങളുടെ CRAയിൽ ടോട്ടൽ 5 മോഡ്യൂളുകളാണുള്ളത്. ആദ്യത്തെ 2 മോഡ്യൂളുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3ാമത്തെ മോഡ്യൂൾ ആരംഭിക്കുകയാണ്. And the third module is all about share capital and debentures. ഷെയറും ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സും ഇപ്പം ഇഷ്യൂ, ഷെയർ ക്യാപിറ്റലിൻ്റെ ഇഷ്യൂ എന്താണ്, ഷെയർ ഡിബഞ്ചേഴ്സ് എന്താണ്, ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസ് എന്താണ്, ടൈപ്സ് ഓഫ് ഷെയർസ്, ഇപ്പം ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ ദി ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ദെൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു മോഡ്യൂളാണ് നമ്മുടെ തേർഡ് മോഡ്യൂൾ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇനി ഇതിൽ ഷെയർ എന്താണ്? ദി ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സർട്ടൻ ഇൻഡിവിസിബിൾ യൂണിറ്റ്സ് ഓഫ് എ ഫിക്സ്ഡ് എമൗണ്ട്. ദീസ് യൂണിറ്റ്സ് ആർ കോൾഡ് ഷെയർസ്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ അത് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിൽ ഒരു ചെറിയ യൂണിറ്റിന് നമ്മൾ എന്താ പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റുകളിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഫേസ് വാല്യൂ വരുന്ന ചെറിയ യൂണിറ്റുകൾ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അതിലെ ഒരു യൂണിറ്റ് നമ്മൾ എന്ത് പറയും, ഷെയർ എന്ന് പറയും. ഇനി ദി കമ്പനീസ് ആക്ട് 2013 states that share means the share in the share capital of a company and includes stock. ഇപ്പം കമ്പനീസ് ആക്ട് 2013 ആണെങ്കിലും കമ്പനീസ് ആക്ട് 1956 ആണെങ്കിലും ഷെയറിന് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ ഇത് തന്നെയാണ്. ഷെയർ മീൻസ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ് സ്റ്റോക്ക്. ദെൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 84 ഡിഫൈൻ ഷെയർ പറഞ്ഞാൽ ഈ ഒരു ഡെഫിനിഷനാണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് ഈസ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ 2 രീതിയിലാണ് തരംതിരിക്കുന്നത്, അല്ലെങ്കിൽ 2 types of shares are there. One is preference share and another one is equity share capital and preference share capital. Then the share capital of a company limited by shares, അതിനെ 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. Then what is equity share capital? Equity share capital with reference to any company limited by shares means all share capital which are not preference share capital. Equity share capital എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലാത്ത ഷെയർ ക്യാപിറ്റൽ എല്ലാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ദി ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഷെയർസ് ആർ എൻടൈറ്റിൽഡ് ടു ഡിവിഡൻഡ് ആഫ്റ്റർ എ ഫിക്സ്ഡ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഹാസ് ബീൻ പെയ്ഡ്. ഇപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഫിക്സഡ് റേറ്റിലുള്ള ആ ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുകയുള്ളൂ. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ദ നെക്സ്റ്റ് ഈസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. Preference share capital and with reference to any company limited by shares means that part of the issued share capital of the company which carries or would carry a preferential right with respect to. So what is preference share capital? Preference share capital means that part of the issued share capital of the company which carries or would carry a preferential right. ഇപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലായ്പ്പോഴും പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, മുൻഗണനയുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? വിത്ത് റെസ്പെക്ട് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് കിട്ടാൻ മുൻഗണനയുണ്ട്. ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പം അതുപോലെ തന്നെ അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ദേ ഹാവ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ഗെറ്റിംഗ് ബാക്ക് ദി ക്യാപിറ്റൽ. ഇപ്പം റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ രണ്ടാമതാ. ഇൻ കേസ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദി ടൈം വൈൻഡിങ് അപ്പ് വെൻ ദി കമ്പനി ഗോസ് ഇൻ ടു ലിക്വിഡേഷൻ, ഒരു കമ്പനി ലിക്വിഡേഷനിലേക്ക് പോകുമ്പോൾ വൈൻഡിങ് അപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റൽ കിട്ടാനുള്ള പ്രിഫറൻസ് ഉണ്ട്. 2 കാര്യങ്ങളിലാണ് നോർമലി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉള്ളത്.
ഒന്നാമത് ഡിവിഡൻഡ് കിട്ടാൻ പ്രിഫറൻസ് ഉണ്ട്. രണ്ടാമത് അറ്റ് ദി ടൈം ഓഫ് ലിക്വിഡേഷൻ വൈൻഡിങ് അപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഒരു ക്യാപിറ്റൽ തിരിച്ചു കിട്ടാനുള്ള ഒരു അർഹതയുണ്ട്. ദെൻ ദി പ്രിഫറൻസ് ഇൻ ബോത്ത് കേസ് ഈസ് ഓവർ other types of shares. The preference shareholder enjoy more security in regard to income and capital than other shareholders. ഇപ്പം പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം. ഇപ്പം 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താ? കണ്ടീഷൻസ് ഫോർ ദി ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. നമ്മൾ ഈ സിലബസ് ഫുള്ളി കവറപ്പ് ചെയ്തതിന് ശേഷം 2021 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് അതിൻ്റെ കൃത്യമായ ആൻസർ നിങ്ങളുടെ ആൻസർ കീയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇതിന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അവർക്കൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. അത് ബോത്ത് ഫോർ റിസീവിങ് ഡിവിഡൻഡ് ആൻഡ് ഫോർ ഗെറ്റിംഗ് ബാക്ക് ദി ക്യാപിറ്റൽ എമൗണ്ട്. ദി ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് ഈസ് ഫിക്സ്ഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. In case of preference shares, dividend is already fixed by the articles. അപ്പോൾ ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഡിവിഡൻഡും ഫിക്സ് ചെയ്തിരിക്കും. 7% പ്രിഫറൻസ് ഷെയർസ് or 5% preference shares. So the dividend is fixed in the article itself. However, the dividend specified on preference shares is not a guaranteed amount. ഇനി പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് അതൊരു ഗ്യാരണ്ടീഡ് എമൗണ്ട് അല്ല. എല്ലാ വർഷവും ഇത് കിട്ടണമെന്നില്ല. ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്, കമ്പനി എപ്പോഴെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും. ദേ ആർ ഹാവിങ് പ്രിഫറൻഷ്യൽ റൈറ്റ് എന്നേ ഉള്ളൂ. ദെൻ നോ ഡിവിഡൻഡ് വിൽ ബി പെയ്ഡ് ഇഫ് ദർ ഈസ് നോ പ്രോഫിറ്റ്. ലാഭമില്ലെങ്കിൽ ഡിവിഡൻഡ് ഉണ്ടാവുകയില്ല. Another shortcoming is of going for preference shares is that since the dividend on preference shares are predetermined. മറ്റൊരു ഷോർട്ട് കമ്മിങ് എന്താ? പ്രിഫറൻസ് ഷെയർസിൻ്റെ മേൽ ഡിവിഡൻഡ് പ്രീഡിറ്റർമൈൻഡ് ആയതുകൊണ്ട്, ഫിക്സഡ് ആയതുകൊണ്ട് കമ്പനി എത്രമാത്രം ലാഭത്തിൽ പ്രവർത്തിച്ചാലും അവർക്ക് അഡീഷണൽ ആയിട്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവുകയില്ല. The next is kinds of preference shares. ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് വേണമെങ്കിൽ 5 മാർക്കിൽ ചോദിക്കാവുന്നതാണ്. What are the different kinds of preference shares? First one is cumulative preference shares. In case of cumulative preference shares, dividend goes on accumulating till it is fully paid up. Dividend goes on accumulating. ഒരു വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ അത് അടുത്ത വർഷം അക്യൂമുലേറ്റ് ചെയ്യും. ഒരു 3 വർഷം കഴിഞ്ഞാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ പ്രീവിയസ് 2 ഇയേഴ്സിൻ്റെയും കൂടെ കൂട്ടി ഡിവിഡൻഡ് കിട്ടും. അതാണ് ഡിവിഡൻഡ് വിൽ ഗെറ്റ് അക്യൂമുലേറ്റഡ്. ഇപ്പോൾ എപ്പോഴാണെങ്കിലും ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൻ്റെ എല്ലാ ഡിവിഡൻഡും കൂടി കിട്ടുന്ന തരത്തിലുള്ളൊരു പ്രിഫറൻസ് ഷെയറാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ദെൻ ഇവിടെ എന്താ, ഒരു വർഷം ഡിവിഡൻഡ് പേ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ തലേ വർഷത്തെ ഡിവിഡൻഡും കൂടി കിട്ടും. ഡിവിഡൻഡ് വിൽ ഗെറ്റ് അക്യൂമുലേറ്റഡ് അണ്ടിൽ ഇറ്റ് ഈസ് ഫുള്ളി പെയ്ഡ്. Then second is non-cumulative preference shares. But non-cumulative preference shares, if there are no profits in a particular year, then no dividend will be received. അപ്പം ഡിവിഡൻഡ് കിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്താണ്, ഒരു വർഷം ഡിവിഡൻഡ് ഡിക്ലെയർ ഉള്ള പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അടുത്ത വർഷം ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ ആ വർഷത്തെ മാത്രമേ കിട്ടുകയുള്ളൂ. പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഡിവിഡൻഡ് കിട്ടാനുള്ള അർഹതയില്ല നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കാര്യത്തിൽ. ദെൻ മൂന്നാമത്തെ ടൈപ്പ് എന്താണ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് എന്തുണ്ട്, ഇൻ അഡീഷൻ ടു ദി ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ്. ദീസ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ദേ ആർ ഹാവിങ് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. ഇപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ബാലൻസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ഗെറ്റ് എ ചാൻസ്, അല്ലെങ്കിൽ ദേ ക്യാൻ ഓൾസോ ഹാവ് എ ഷെയർ ഇൻ ദി ബാലൻസ് പ്രോഫിറ്റ്. ഇപ്പം ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമല്ല, അഡീഷണൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു വിഹിതം കൂടി കിട്ടാൻ അർഹതയുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. ദ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് എക്സസ് പ്രോഫിറ്റിൽ ഷെയർ കിട്ടാനുള്ള അർഹതയില്ല. ദെൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. സോ കൺവേർട്ടബിൾ എന്താണ്, ദീസ് ആർ ഷെയർസ് വിച്ച് entitle their holder to convert them into equity shares within a certain period.
പ്രിഫറൻസ് ഷെയർസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ഇതിനെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. So such type of preference shareholders, they are having a right to convert such shares into equity shares within a certain period. The non-convertible ആണെങ്കിൽ എന്താണ്? These are shares which do not confer their holder. Non-convertible ആണെങ്കിൽ അതൊരിക്കലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ആയിട്ടാണെങ്കിൽ അത് റിഡീം ചെയ്യപ്പെടുന്നവരെ പ്രിഫറൻസ് ഷെയർ ആയിട്ട് തന്നെ നിലനിൽക്കും. Then redeemable preference shares. ഇപ്പം redeemable shares എന്താണ്? Which can be redeemed after a certain number of years. 2013 ആക്ട് നിലവിൽ വന്നതോടുകൂടി ഒരു കമ്പനിക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പം അത് മാക്സിമം പീരീഡ് പറഞ്ഞിരിക്കുന്ന 20 years ആണ്. 20 വർഷത്തിനുള്ളിൽ പ്രിഫറൻസ് ഷെയർസ് എല്ലാം റെഡീം ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് പേ ബാക്ക് ചെയ്ത് തിരികെ വാങ്ങിയിരിക്കണം. Then a company limited by shares is authorized by its articles issue the preference shares which are to be redeemed. Such shares are called redeemable preference shares. Redeemable preference shares are the shares which have to be redeemed or which are to be redeemed after a certain period of time. Then redeemable preference shares can be redeemed subject to the following conditions. ഇതിൻ്റെ റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? The shares to be redeemed must be fully paid up. Only fully paid up redeemable preference shares can be redeemed. Redeem ചെയ്യപ്പെടേണ്ട preference shares fully paid up ആയിരിക്കണം. Secondly, such shares may be redeemed out of the profits of the company which would otherwise be available for dividend. അപ്പം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി ഡൺ ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. ഡിവിഡൻഡ് വിതരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടാമായിരുന്ന ലാഭത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ച് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം. സെക്കൻഡ്ലി, ദി പ്രൊസീഡ്സ് ഓഫ് എ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് റിഡംഷൻ. ഇനി അതല്ല എങ്കിൽ റിഡംഷന് വേണ്ടി ഒരു ഫ്രഷ് ഇഷ്യൂ നടത്താം. ഒരു ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് അതിന് മുമ്പ് നേരത്തെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ റിഡംഷൻ നടത്താം. Then C, any premium payable on redemption must have been provided out of the profits or out of the company share premium account. ഇനി റിഡീം ചെയ്യുന്ന പ്രീമിയത്തിലാണ് എങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കൂടിയ ഒരു എമൗണ്ടിനാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ കമ്പനി തിരികെ വാങ്ങുന്നതെങ്കിൽ ഇങ്ങനെ പ്രീമിയം കൊടുക്കുന്നതിന് വേണ്ടി ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്ന എമൗണ്ടോ അല്ലെങ്കിൽ ഷെയർ പ്രീമിയം അക്കൗണ്ടിലെ ബാലൻസ് എമൗണ്ടോ ഉപയോഗിക്കാം. നോർമൽ പ്രോഫിറ്റിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നത്. എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ഹാവ് ബീൻ പ്രൊവൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓർ ഔട്ട് ഓഫ് ദി കമ്പനി ഷെയർ പ്രീമിയം അക്കൗണ്ട്. നോർമലി സച്ച് redemption is done out of share premium account. Redemption of preference shares at a premium is usually done from the share premium account. Then D, where redemption is made out of profits, ഇനി ലാഭത്തിൽ നിന്നുമാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ a sum equivalent to the nominal value of the shares redeemed must be transferred to the capital redemption reserve account. അപ്പം പ്രോഫിറ്റിൽ നിന്നുമാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ റിഡംഷൻ ആവശ്യമായ ഒരു തുക പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ ഫണ്ട് ഉപയോഗിച്ച് വേണം ഈ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട്. ദെൻ എട്ടാമത്തെ ടൈപ്പിൽ വരുന്ന ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇറഡീമബിൾ, റിഡീം ചെയ്യപ്പെടാണ്ടാത്തത്, റിഡീം ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്തത്. Irredeemable preference shares are those shares which are repayable only at the time of the winding up of the company. ഒരു കമ്പനി അതിൻ്റെ ഓപ്പറേഷൻസ് അവസാനിപ്പിച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രം റീപേയ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന പ്രിഫറൻസ് ഷെയർസ് ആണ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 അബോളിഷ് ദി കാറ്റഗറി ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. 2013 കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 55 പ്രകാരം ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇഷ്യൂ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാരണവശാലും ഇഷ്യൂ അനുവദനീയമല്ല. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം മുൻകൂട്ടിയുടെ അനുവാദത്തോടു കൂടി
നമുക്കെന്താ 20 വർഷത്തിൽ കൂടുതൽ റിഡംഷൻ പീരീഡ് വരുന്ന പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പക്ഷേ 21ാമത്തെ വർഷം തൊട്ട് ഇത് റിഡീം ചെയ്തിരിക്കണം. അത് ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമേ അലോ ചെയ്യുന്നു. സെക്ഷൻ 55 പ്രകാരം ഒരു കാരണവശാലും ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ് ഇഷ്യൂ അനുവദനീയമല്ല. ദെൻ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അബോളിഷ് ദി കാറ്റഗറി ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് or shares which are redeemable after a period longer than 20 years. അപ്പം പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഇഷ്യൂ ഡേറ്റ് തൊട്ട് 20 വർഷത്തിനകം പൂർണ്ണമായിട്ടും റെഡീം ചെയ്തിരിക്കണം. അത് പൂർണ്ണമായിട്ടും കമ്പനി തിരികെ വാങ്ങിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് അബൌട്ട് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷെയർ ക്യാപിറ്റൽ മീൻസ് ദി ക്യാപിറ്റൽ റൈസ് ബൈ എ കമ്പനി ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്ത് റേസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ വാല്യൂ, ഇഷ്യൂ, എമൗണ്ട് റിസീവ്ഡ് എക്സെട്ര ഓഫ് ദി ഷെയർസ്, ഷെയർ ക്യാപിറ്റൽ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. നമുക്കെന്താ ഷെയർ ക്യാപിറ്റലിനെ പല കാറ്റഗറിയിലേക്ക് തരംതിരിക്കാം. വൺ ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് വിൽ ബി മെൻഷൻ ഇൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. Authorized capital is the maximum amount of share capital which a company is authorized to raise by issuing shares. ഒരു കമ്പനിക്ക് പരമാവധി എത്ര ഷെയർ ക്യാപിറ്റലാണോ ഷെയർ ഇഷ്യൂയിലൂടെ കളക്ട് ചെയ്യാവുന്നത് ആ എമൗണ്ടിനാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിൽ ബി മെൻഷൻ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പം എഗെയിൻ ഇറ്റ് ഈസ് നോൺ ആസ് നോമിനൽ ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എക്സെട്ര. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റ് പേരുകളാണ് നോമിനൽ ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എക്സെട്ര. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ പൂർണ്ണമായിട്ടും ഇഷ്യൂ ചെയ്തിരിക്കണമെന്നില്ല. ഇതിന്നൊരു ഭാഗം മാത്രമേ കമ്പനി ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഔട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ issued to the public for subscription is called issued capital. So out of the authorized capital, the amount of share capital issued to the public for subscription is known as issued capital. ഓതറൈസ് ക്യാപിറ്റലിൻ്റെ ഏത് ഭാഗമാണോ അല്ലെങ്കിൽ ഓതറൈസ് ക്യാപിറ്റലിൽ നിന്നും ഒരു നിശ്ചിത പെർസെൻറ്റേജ് പൊതുജനങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇഷ്യൂ ചെയ്യുന്ന ആ ക്യാപിറ്റലിന് പറയുന്ന പേരെന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ. So the part of the authorized capital which is not issued to the public is known as unissued capital. പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാത്ത ഓതറൈസ് ക്യാപിറ്റലിൻ്റെ പാർട്ട് എന്തായിട്ട് അറിയപ്പെടും? അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ ദി തേർഡ് പോയിന്റ് ഈസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഷെയർസും പൊതുജനങ്ങൾ വാങ്ങണമെന്നില്ല, എല്ലാ ഷെയർസിനും ആപ്ലിക്കേഷൻ കിട്ടണമെന്നില്ല. So that part of the issued capital for which applications are sent by the public and which is accepted is called subscribed capital. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഏത് പാർട്ടിനാണോ പൊതുജനങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുകയും അലോട്ട്മെൻറ്റ് നടത്തുകയും ചെയ്തിരിക്കുന്നത് ആ പാർട്ടിന് നമ്മൾ എന്ത് പറയും? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പം സാധാരണഗതിയിൽ എന്താ, കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ മുഴുവൻ തുകയും അടയ്ക്കാൻ ആവശ്യപ്പെടാറില്ല. So generally the companies not ask for the full value of the shares from the applicants, rather they take it in several installments. ഇപ്പോൾ കമ്പനികൾ എന്താ, ഒരു ഷെയറിൻ്റെ നോമിനൽ വാല്യൂ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ആപ്ലിക്കൻസിൽ നിന്നും കളക്ട് ചെയ്യാറ്. That part of the subscribed capital the company asks the shareholders to pay is called called up capital. സബ്സ്ക്രൈബ് ക്യാപിറ്റലിൻ്റെ ഏത് പാർട്ടാണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരിൽ നിന്നും പേയ്മെൻറ്റ് നടത്താൻ കമ്പനി ആവശ്യപ്പെടുന്നത് ആ പാർട്ടിനെ നമ്മൾ എന്തായിട്ട് പറയും? അതാണ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇപ്പം കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. സബ്സ്ക്രൈബ് ക്യാപിറ്റലിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു നിശ്ചിത പാർട്ട് കമ്പനി ആളുകളോട് പേയ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെടുന്നു, അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ദെൻ ഈ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വരും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, the part of the called up capital which is received by the company in the form of cash is called paid up capital. ഇപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ പൂർണ്ണമായിട്ടും കമ്പനിക്ക് കിട്ടണമെന്നില്ല. ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടിയ കുറേ ആളുകളെങ്കിലും ചില സാഹചര്യങ്ങളിൽ എന്താണ്, ഇതിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് കൊടുക്കാതെ വരും.
അപ്പം അങ്ങനെ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അവിടെ കോൾസ് ഇൻ അരിയർ ഉണ്ടാകും. So paid up capital, that part of the called up capital which is received by the company in the form of cash is called paid up capital. ഇപ്പം കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഏത് ഭാഗമാണോ കമ്പനി റിസീവ് ചെയ്തിരിക്കുന്നത് ആ പാർട്ടിനെ നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. ഇഫ് സം ഷെയർ ഹോൾഡേഴ്സ് കുഡ് നോട്ട് പേ ഓൾ ദി മണി കോൾഡ് അപ്പ്, ദി എമൗണ്ട് റിമൈനിങ് ഇൻ അരിയേഴ്സ് ഈസ് കോൾസ് ഇൻ അരിയർ. ഇപ്പം കോൾഡ് അപ്പ് ക്യാപിറ്റൽ കിട്ടാതെ വരുന്ന ആ പണത്തിന് എന്താ നമ്മൾ പറയുന്നത്, ആ ഒരു എമൗണ്ടിനാണ് പറയുന്നത് കോൾസ് ഇൻ അരിയർ. ദെൻ നെക്സ്റ്റ് ഈ റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ, ഈ റിസർവ് ക്യാപിറ്റൽ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. വാട്ട് യു മീൻ ബൈ റിസർവ് ക്യാപിറ്റൽ? വാട്ട് ഈസ് റിസർവ് ക്യാപിറ്റൽ? Sometimes the company decides through a special resolution that a part of the capital will be demanded from the shareholders only when the company is to be liquidated and there is need for money. ഇപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു കമ്പനിക്ക് ഒരു തീരുമാനമെടുക്കാം. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ കമ്പനി ഒരു തീരുമാനമെടുക്കുന്നു. ഷെയർ ക്യാപിറ്റൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് കമ്പനി കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ടൈമിൽ മാത്രമേ ആവശ്യപ്പെടേണ്ടതുള്ളൂ. അത് റിസർവിലേക്ക് മാറ്റിവെക്കുന്നു. സോ ദിസ് സേവ്ഡ് അൺകോൾഡ് ക്യാപിറ്റൽ ഈസ് കോൾഡ് റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ ഇങ്ങനെ എന്താ, ഒരു കമ്പനി ലിക്വിഡേഷൻ ടൈമിൽ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ അൺകോൾഡ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് റിസർവ് ക്യാപിറ്റൽ. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ 100 രൂപയാണ്. ഇതിൽ 90 രൂപ കളക്ട് ചെയ്തു. ബാലൻസ് ഒരു 10 രൂപ റിസർവിലേക്ക് മാറ്റിവെക്കുകയാണ്. ഈ 10 രൂപ എപ്പോഴാണ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന അവസരത്തിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് ആവശ്യപ്പെടുകയുള്ളൂ എന്ന് റെസൊല്യൂഷനിലൂടെ കമ്പനി തീരുമാനമെടുത്ത് അങ്ങനെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാറ്റിവെക്കുകയാണെങ്കിൽ ദാറ്റ് പാർട്ട് ഓഫ് ദി അൺകോൾഡ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് റിസർവ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് ഈസ് പബ്ലിക് ഓഫർ. പൊതുജനങ്ങൾക്ക് ഒരു പ്രോസ്പെക്ടസിലൂടെ കമ്പനിയുടെ ഷെയർസോ മറ്റ് സെക്യൂരിറ്റീസോ ഓഫർ ചെയ്യുന്നത് പബ്ലിക് ഓഫർ. വെൻ ഷെയർസ് ആർ ഓഫേർഡ് ടു ദി പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പബ്ലിക് ഓഫർ. അപ്പോൾ എന്താ, പ്രോസ്പെക്ടസ് ഉപയോഗിച്ച് ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് പൊതുജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 23. ഇപ്പം സെക്ഷൻ 23 പ്രകാരം when shares are offered to the public through prospectus it is termed as public offer. The process of issue and transfer of securities listed companies, ഇനി ലിസ്റ്റഡ് കമ്പനികളുടെ ഷെയർസിൻ്റെ ഇഷ്യൂവും പ്രോസസ്സും or those companies which intend to get their securities listed on any recognized stock exchange in India. ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളോ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ താല്പര്യമുള്ള കമ്പനികളുടെയോ ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത് സെബിയുടെ റെഗുലേഷൻസ് ആയിരിക്കും, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻസ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ താല്പര്യമുള്ളതോ ആയ കമ്പനികളുടെ ഷെയർസിൻ്റെയും മറ്റ് സെക്യൂരിറ്റി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊസീഡിങ്സും ഗവേൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെബിയുടെ റൂൾസും റെഗുലേഷൻസുമായിരിക്കും. ദെൻ മറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ദി പ്രോസസ് വിൽ ബി അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. മറ്റ് കമ്പനികളുടെ ഷെയർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷൻസുമായിരിക്കും അതിന്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അതിന് ബാധകമായിട്ട് വരുന്നത്. Then, if the promoters want to raise money through issue of shares to the public, they have to prepare a prospectus. ഇപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സ് എല്ലായ്പ്പോഴും ഒരു പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യണം. പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ ദി ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്താ, പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്. കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഇതൊക്കെയാണ്, കമ്പനിയുടെ സാധ്യതകൾ ഇതൊക്കെയാണ്. പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പ്രൊമോട്ടേഴ്സും ഡയറക്ടേഴ്സും ഇവരൊക്കെയാണ്. കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ, നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകൾ, ഒരു കമ്പനിയുടെ എല്ലാ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താണ് കമ്പനികൾ പൊതുജനങ്ങളോട് അവരുടെ സെക്യൂരിറ്റികൾ പണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്നത്. ദെൻ the purpose of prospectus is to give a prospective shareholder
ഒരു ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള വ്യക്തി, പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ. ദി പർപ്പസ് ഓഫ് എ പ്രോസ്പെക്ടസ് ഇസ് ടു ഗിവ് എ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ സം ഐഡിയ അബൌട്ട് ദി പ്രോസ്പെക്ട്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് കമ്പനിയെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രോസ്പെക്ടസിൻ്റെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി. അതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് അതാണ്. Then on the basis of the prospectus, the company invites applications for shares from the public. ഇപ്പോൾ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ആ പ്രോസ്പെക്ടസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കമ്പനി പൊതുജനങ്ങളിൽ നിന്നും ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫോംസ് ആർ ഇഷ്യൂഡ് ബൈ ദി കമ്പനി അലോങ് വിത്ത് എ കോപ്പി ഓഫ് ദി പ്രോസ്പെക്ടസ്. ഒരു പബ്ലിക് ഇഷ്യൂയിൽ ആപ്ലിക്കേഷൻസ് എല്ലായ്പ്പോഴും ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസോട് കൂടിയായിരിക്കും. കാരണം പ്രോസ്പെക്ടസ് വായിച്ചു കഴിഞ്ഞാൽ, പ്രോസ്പെക്ടസിലെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ്, കമ്പനിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ എന്തായിരിക്കും, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദി ഫീൽഡ് ഇൻ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് ബൈ ദി കമ്പനി ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഓഫർ മെയ്ഡ് ബൈ ദി പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ. ഇനി പ്രോസ്പെക്ടസ് വായിച്ചിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് തിരിച്ചു കിട്ടിക്കഴിയുമ്പോൾ കമ്പനി എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ഓഫർ മെയ്ഡ് ബൈ ദി പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ. അങ്ങനെ തിരിച്ചു കിട്ടുന്ന ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡർ കൊടുക്കുന്ന ഒരു ഓഫറായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളത് ആ പബ്ലിക് ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മയിലിരിക്കണം. നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ ലിസണിങ് ദിസ് വീഡിയോ.